ഹബീബി. തുർക്കിയിലെ ഫൈനലിന്റെ നമ്മൾ ഓവർനൈറ്റ് ബസ് എടുത്തെത്തി അന്റാലിയ. ഇവിടെ നമ്മളൊരു കിടിലൻ സാധനം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേടിയുണ്ട്, അതിലുപരി നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇന്ന് നമ്മൾ എന്തായാലും ഒരു പൊളിച്ചെടുക്കും. അനാലിയയിലെ ഫേമസ് ആയിട്ടുള്ള പാരാഗ്ലൈഡിംഗ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. വാ മക്കളെ, നമുക്കൊന്ന് ആകാശത്തുകൂടെ പക്ഷികളെ പോലെ പാറി പറന്ന് വരാം. അങ്ങനെ വണ്ടി കയറ്റി ഏതോ ഒരു ഗുദാമുക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ ഏതോ ഒരു മലന്റെ മുകളിലെത്തി. എക്സൈറ്റ്മെന്റ് കൊണ്ടാണോ അതോ ചെറിയ പേടിയുണ്ടോന്ന് അറിയില്ല, നെഞ്ചൊക്കെ പടപെടാന്നിരിക്കുന്നു. കാരണം ഇത് പൊട്ടിച്ചാടി തീർന്നു. പിന്നെ നേരെ മേപ്പെട്ടോ. എന്തായാലും നമുക്ക് അഡ്രിനാലിൻ റഷ് ഒന്ന് ആസ്വദിക്കാം. നമ്മൾ പാരാസൈലിംഗ് മുന്നേ ചെയ്തെങ്കിലും പാരാഗ്ലൈഡിംഗ് ആദ്യമായിട്ടോ. മറ്റേത് പൊട്ടിച്ചാടിയാലും പ്രശ്നമില്ല, കടലിക്കാണ് നീന്തിട്ടെങ്കിലും രക്ഷപ്പെടാം. ഇതിപ്പോ എന്താ ചെയ്യാന്നൊരു പിടുത്തല്ല. ഞാനിങ്ങനെയൊക്കെ പറയിച്ചെങ്കിൽ ഇതൊന്നും പൊട്ടിച്ചാടില്ല, കാരണം ഒരു അത്രയും സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. നമ്മളെ ഇൻസ്ട്രക്ടർ വൈബായി ചാടി നിൽക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ആ ചാട്ടം വരുന്നില്ല. ഏതായാലും നമുക്കൊന്ന് പോയോക്കാം. ഉള്ളിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും പേടിയില്ലാത്ത പോലെ അഭിനയിക്കാം. നമ്മൾ ടോപ്പ് ആണെന്ന് വിചാരിച്ചോട്ടെ. നോർമലി 1000 മീറ്റർ ഉയരത്തിലാണ് ഫ്ലൈ ചെയ്യാറ്. മൂപ്പരെന്ന് മോട്ടർ ആക്കിയപ്പോ അതാപ്പോ 1500 മീറ്റർ മോളിക്ക്. പിന്നെ ഞങ്ങളുടെ കൂടുതൽ മോട്ടർ ആക്കാൻ നിന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു സാധനം മക്കളെ. സാഹിത്യം പറയുകയാണെങ്കിൽ ഭൂമിയിൽ അരിച്ചു നടന്നിരുന്ന മനുഷ്യന് ചിറക് മുളച്ച് ആകാശം കണക്കെ പറന്നുയർന്ന് ഭൂമിയെ നോക്കി കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. എന്റെ മുത്തേ, അത് വാക്കുകൾക്ക് അതീതമാണ്. നമ്മളെ രീതി പറയുകയാണെങ്കിൽ ഇതൊരു അയവ സാധനമാണ്. ലൈഫിൽ നമുക്ക് ത്രില്ല് കയറുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. അത് നമ്മളെ തേടി ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും നമ്മൾ അതിനെ തേടി അങ്ങോട്ട് പോവാ. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലൈഫ്. ലൈഫിനൊരു ലൈഫ് ആണെങ്കിൽ ഒരു നിശ്ചിത ടൈം ഗ്യാപ്പിനിടയിൽ ഒരു ട്രിപ്പ് പ്ലാൻ ആക്കാൻ വിടുക. മക്കളെ, നിങ്ങൾക്കൊക്കെ അറിയുന്നതും ആരും ശ്രദ്ധിക്കാത്തൊരു സത്യം പറയട്ടെ. വി ആർ സ്ലോലി വാനിഷിംഗ് ഫ്രം ദ ലൈഫ്. നമ്മളൊക്കെ പതുക്കെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ ഓരോ ദിവസവും നമ്മൾ ആയുസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എന്തായാലും നമ്മൾ ഈ ഓട്ടൊക്കെ നിൽക്കും. ഓട്ടം നിൽക്കുന്നതിന് മുന്നേ ജീവിതത്തിലെ ഓട്ടത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇതേപോലെ നമുക്ക് വേണ്ടി ഒന്ന് ഓടിയാൽ നാളെ ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയെന്നൊരു സാറ്റിസ്ഫാക്ഷൻ എങ്കിലും നമുക്ക് ഉണ്ടാവും. ഏതായാലും പുതിയൊരു കൺട്രി കൂടി എക്സ്പ്ലോർ ചെയ്ത സന്തോഷത്തിൽ നമ്മൾ തിരിച്ചു പോവാണ്. ബാക്ക് ടു UK, ബാക്ക് ടു വർക്ക് ലൈഫ്. ഏതായാലും നമ്മളെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കണില്ല. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം. അപ്പൊ മക്കളെ, അടുത്ത വീഡിയോ കാണുന്നവരേക്കും മസ്സലമ.